വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. VFAയുടെ സിലബസ് 2026 അതാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. ഡേറ്റ് പറഞ്ഞിട്ടില്ല, കൺഫർമേഷൻ വന്നാലേ അറിയത്തുള്ളൂ. പക്ഷേ ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് എക്സാം എന്നാണ് അറിയിപ്പ് നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ സിലബസ് അനുസരിച്ച് തന്നെ വേണം പഠിക്കാൻ, അല്ലാതെ ചുമ്മാ കുറേ ചവർ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സിലബസിലേക്ക് കിടക്കാം. ആദ്യം ഫസ്റ്റ് ഇത് വരുന്നത് പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിൽ അവർ പറയുന്നത് ചരിത്രം 5 മാർക്കിന്, ഭൂമിശാസ്ത്രം 5 മാർക്കിന്, ധനതത്വശാസ്ത്രം 5 മാർക്കിന്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിന്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിന്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്, ഭൗതികശാസ്ത്രം 3 മാർക്കിന്, രസതന്ത്രം 3 മാർക്കിന്, കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവ 5 മാർക്കിന്, കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിന്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിന്, അതായത് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതായത് മാത്സ് 10 മാർക്കിന്, ഇംഗ്ലീഷ് 10 മാർക്കിന്, മലയാളം 10 മാർക്കിന് എന്നിങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ VFAയിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എങ്കിലും സിലബസ് അറിയില്ല, ഇപ്പോൾ ഫസ്റ്റായിട്ട് എഴുതുന്നവരുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ ഒരു സിലബസ് നോക്കുന്ന അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഓർത്ത് വെച്ചിട്ടിരിക്കുമല്ലോ. അപ്പം സിലബസ് നോക്കുക. അപ്പോൾ പൊതുവിജ്ഞാനം ചരിത്രമാണ് ആദ്യം പറയുന്നത്. ചരിത്രം 5 മാർക്കിന് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. കേരളത്തെ ആസ്പദമാക്കി യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിരതിരുനാൾ വരെ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നിവയാണ് ചരിത്രത്തിൽ കേരളത്തിൽ പഠിക്കേണ്ടത്. ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വതന്ത്ര സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം എന്നിങ്ങനെയാണ് 5 മാർക്കിന് ചരിത്രത്തിൽ നിന്ന് കേരളത്തിലും ഇന്ത്യയും അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടത്. ഇനി അടുത്തത് ലോകം ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയാണ് ലോകത്തിൻ്റെ ഇതിൽ പഠിക്കേണ്ടത്. ഇത്രയാണ് 5 മാർക്കിന് ചരിത്രം പഠിക്കേണ്ടത്. അടുത്തത് ഭൂമിശാസ്ത്രം 5 മാർക്കിന്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, അതായത് ജോഗ്രഫി, ആഗോളതാപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രജലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. പിന്നെ ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്ന ജോഗ്രഫി പോർഷൻസ്, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സംസ്കൃതി, കൃഷി, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് കേരളം, ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ.
അടുത്തത് ധനതത്വശാസ്ത്രമാണ് 5 മാർക്കിന്, അതായത് എക്കണോമിക്സ് 5 മാർക്കിന്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയും പഠിച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. 5 മാർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉറപ്പിക്കാവുന്നതാണ്. കുറച്ച് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും. അടുത്തത് ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, 42, 44, 52, 73, 74, 86, 91, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ. അതും ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ 5 മാർക്ക് കിട്ടും. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. ഇത്രയും 5 മാർക്കിന്. അടുത്തത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്. അതിൽ ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഭൗതികശാസ്ത്രം 3 മാർക്കിന്. ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ്. ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ: ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. 2 ചലനമാണ്. ചലനം എന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അടുത്തത് 3 പ്രകാശമാണ്. ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുസരണം, ആവർത്തന പ്രതിപതനം. 5 ബലം, വിവിധ തരം ബലങ്ങൾ, കർഷണം, ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതില ബലം. അടുത്തത് 6-ാമത്തെ ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം എന്താ. അടുത്തത് 7 താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത, പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലക, വിവിധ തരം ഉത്തോലകങ്ങൾ. ഇത്രയാണ് ഫിസിക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്തത് രസതന്ത്രം അഥവാ കെമിസ്ട്രി. 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ, 2 മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. അടുത്തത് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. അടുത്തത് കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവയ്ക്കാണ് 5 മാർക്ക്. അതിൽ കല, കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യകലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ വ്യക്തികൾ, പ്രശസ്തമായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികത്തിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ,
അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ഇതിൽ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദം ഇതൊക്കെ നമ്മൾ ഒരിക്കലും സിലബസ് നോക്കിയില്ലെങ്കിൽ നോക്കുക പോലും ചെയ്യാത്ത പോർഷൻസ് ആയിരിക്കും അല്ലേ. അടുത്തത് ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. 7 ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ. ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അടുത്തത് സാഹിത്യം. 1. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിൻ്റെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, അനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്തത് സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അടുത്തത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിന്. ഹാർഡ്വെയർ. 1. ഹാർഡ്വെയർ. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസിലെ നെയിമും അതിൻ്റെ യൂസേഴ്സും, ഔട്ട്പുട്ട് ഡിവൈസസിലെ നെയിമും അതിൻ്റെ യൂസറും ഫീച്ചറും, മെമ്മറി ഡിവൈസിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി എക്സാമ്പിൾ ഫീച്ചേഴ്സ്. രണ്ടാമത്തത് സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷണൽ ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, യൂസേഴ്സ്, ഫീച്ചേഴ്സ് and fundamental concepts of each, basis of programming, types of instruction, input, output, store, control, transfer. Language need not be considered. Computer networks, types of network, LAN, WAN, MAN, features and application area, network devices, media, switch, hub, router, bridge, gateway, uses of each. Internet 4. Services, www, email, search engines, example and purpose, social media, examples and features, web designing, browser, HTML, basics only. E-governs. Cyber crimes and cyber laws, types of crimes, IT Act and other laws. അവയർനെസ് ലെവലിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് 9ാമത്തെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. 3. ലോസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, atrocities against SC and ST, National Commissions for SC ST, Kerala State SC ST Commission, National and State Minority Commission, National Human Rights Commission and State Human Rights Commission, Protection of Senior Citizen. Protection of safeguarding of women, offences affecting public decency and morals, National and State Commission of Women, the Protection of Women from Domestic Violence Act 2005, Protection and Safeguards of Children, Protection of Child from Sexual Offence, POSCO Act 2012.
അടുത്തത് 20 മാർക്കിന് ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ആനുകാലിക അതൊരു 2021 22 അല്ല സോറി 2022 23 24 25 26 സെപ്റ്റംബറിലാണെങ്കിൽ ഒരു മെയ് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കണം. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിധിയും അതിൽ ലഘുഗണിതം 5 മാർക്കിന്. അത് സംഖ്യയും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്രംഗങ്ങൾ ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രനേഷനുകൾ എന്നിവ 5 മാർക്കിന്. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന 5 മാർക്ക്. അതിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്താൻ, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തിഥിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിനായിരിക്കും. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറൻറ്റ് പാർട്ട് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ്സ് ആൻഡ് gerunds, tenses in conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degrees of comparison. ഇത്ര 5 മാർക്കിന്. അടുത്തത് വൊക്കാബുലറി 5 മാർക്കിന്. സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് ഓർ സഫിക്സ്, കോമ്പൗണ്ട്സ് വേർഡ്സ്, സിനോണിംസ്, അന്റോണിംസ്, ഫേസൽ വെർബ്, ഫോർജിൻ വേർഡ്സ് ആൻഡ് ഫേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, വേർഡ് ഓഫ്റ്റൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയോംസ് ആൻഡ് ദെയർ മീനിങ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. ഇത്രയും 5 മാർക്കിന്. അടുത്ത് പ്രാദേശിക ഭാഷകൾ അല്ലെങ്കിൽ മലയാളം 10 മാർക്കിന്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർക്കുക. ഇത്രയും 10 മാർക്കിന്. അങ്ങനെ ഇതാണ് LDCയ്ക്കും VFAയ്ക്കും ഉള്ള സിലബസ് വരുന്നത്. ഇതിൽ ചിലതൊക്കെ അതായത് നമുക്ക് എന്തെങ്കിലും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ GK പോർഷൻസിൽ നമുക്ക് കവർ ചെയ്യാവുന്ന എല്ലാം തന്നെ കവർ ചെയ്യാവുന്ന പോർഷൻസാണ്. അതൊക്കെ SCRT വെച്ച് പഠിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ആ മാർക്കൊക്കെ ഫുള്ള് നമുക്ക് നേടാൻ കഴിയും. മാത്സിൻ്റെ 10 മാർക്ക്, ഇംഗ്ലീഷിൻ്റെ 10 മാർക്ക്, മലയാളത്തിൻ്റെ 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് എന്നും കറണ്ട് അഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആ 20 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരും ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരും വേഗം പഠിച്ചു തുടങ്ങിക്കോ. ഇനി ഒട്ടും ടൈമില്ല, ഒരു ദിവസം പോലും വെറുതെ കളയാനില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.